അല്ലാഹു 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 അല്ലാഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന് മഗ്രിബ് മുതൽ നാളെ മഗ്രിബ് വരെയുള്ള സമയം അത് യൗമുകളിൽ വെച്ചുകൊണ്ട് സയ്യിദാണ്. സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവ്. യൗമുൽ ജുമുഅ അത് വെള്ളിയാഴ്ചയാണ്. അതിന്റെ മഹത്വം സത്യത്തിൽ വ്യാഴാഴ്ച അസർ മുതൽ തന്നെ തുടങ്ങുന്നതാണ്. വെള്ളിയാഴ്ച രാത്രി ഡ്യൂട്ടിയുള്ള മലക്കുകൾ വ്യാഴാഴ്ച അസർ മുതൽ തന്നെ അവരുടെ ഉദ്യോഗം തുടങ്ങുന്നതാണ്. പ്രത്യേകിച്ച് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലുന്ന ആളുകളെ നോട്ട് ചെയ്തുകൊണ്ട് അവരെ കാണാനും പഠിക്കാനും പരിചയപ്പെടാനും അവർ ചെല്ലുന്ന സ്വലാത്തുകൾ എഴുതി വെക്കാനും ഇന്ന് മലക്കുകൾ വെമ്പൽ കൊള്ളുകയാണ്, മത്സരിക്കുകയാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ചയിൽ സ്വലാത്ത് അധികരിപ്പിക്കൽ പ്രത്യേകമായ സുന്നത്താണ് എന്ന് ഇമാമികൾ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ വെള്ളിയാഴ്ചയും 6 ലക്ഷം ചമ്മാടികളെ നരകത്തിന് ബാധ്യതരായ, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാവുന്ന തരത്തിലേക്ക് തരം താണു പോയ ഫുൾ പവർ ഫിറ്റായ തമ്മാടികൾ, അവരിൽ 6 ലക്ഷം ആളുകളെ ലോകാടിസ്ഥാനത്തിൽ ഓരോ വെള്ളിയാഴ്ചയിലും അള്ളാഹു സ്വർഗീയ ഉദ്യാനത്തിലേക്ക് രക്ഷപ്പെടുത്തുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വെള്ളിയാഴ്ച ആകുമ്പോ ഈ റമദാനിലെ വെള്ളിയാഴ്ച ആകുമ്പോ ഒരു വലിയ മാറ്റമുണ്ട്. ഇതെല്ലാ വെള്ളിയാഴ്ചയിലേക്കും പറഞ്ഞ 6 ലക്ഷം ആളുകളെ അല്ലാഹു തആല, ഏതാളുകൾ? ഏതെങ്കിലും നിസ്കരിച്ച് സുന്നത്ത് നോമ്പോറ്റ് സുന്നത്ത് നിസ്കരിച്ച് ദിക്ർ ചൊല്ലി ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ട് സദഖയിൽ ബന്ധപ്പെട്ട് അതിനിടയിൽ ചില തെറ്റുകളൊക്കെ ചെയ്യും, പക്ഷെ അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ട് പരിഹരിച്ചു പോകുന്ന ആളുകളല്ല. പിന്നെ മരിച്ചാൽ നരകത്തിലാണെന്ന് ഉറപ്പുള്ള കാരങ്കോസുകൾ, അങ്ങനത്തെ ഒരു 6 ലക്ഷം ആളുകളെ മശ്രിഖ് മഗ്രിബിന്റെ ഇടയിൽ നിന്ന് അള്ളാഹു തആല സ്വർഗത്തിലേക്ക് എല്ലാ വെള്ളിയാഴ്ചയും രക്ഷപ്പെടുത്തും. റമളാൻ ആയാലോ അതക ഫീ കുല്ലി സഅത്തിൻ മിൻഹാ അൽഫ അൽഫി അതീഖിൻ മിനൻ നാർ കുല്ലുഹും ഖദ് ഇസ്തൗജബുൽ അദാബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അത് റമളാനിലെ വെള്ളിയാഴ്ച ആയാല് ഓരോ മണിക്കൂറിലും 40 ലക്ഷം കാരങ്കൂസുകൾ സ്വർഗത്തിലെത്തുക. ഓരോ മണിക്കൂറിലും. അപ്പൊ 24 മണിക്കൂറിലെ ഓരോ മണിക്കൂറിലും 10 ലക്ഷം തമ്മാടികൾ എന്ന് പറഞ്ഞാൽ കള്ളുടിയന്മാര്, വ്യഭിചാരികൾ, തോന്നിയാസികള്. ഓലെ വെള്ളിയാഴ്ചയിലെ ഈ വെള്ളിയാഴ്ചരാവിന്റെ ബഹുമാനം കൊണ്ട് ഓലി ചെയ്ത് എന്തോ ഒരു അമല് സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു തആല സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുത്തും 6 ലക്ഷം തമ്മാടികളെ. അത് റമളാനിലെ വെള്ളിയാഴ്ച ആവുമ്പോ ഓരോ മണിക്കൂറിലും 10 ലക്ഷം തമ്മാടികൾ സ്വർഗത്തിലേക്ക് പോവെന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്ട് കഴിയുമ്പോഴേക്ക് 2,40,00,000 തമ്മാടികൾ സ്വർഗത്തിലെത്തി. അയക്ക് പൊതുവെയുള്ള വെള്ളിയാഴ്ചയിലെ ഓഫറായ 6 ലക്ഷം എന്നാണ് കൂട്ടുകാണി. അത്രായി എങ്ങനെ മനസ്സിലായി പറഞ്ഞേ? ഞാൻ പറഞ്ഞില്ലേ, ഈ കാർപ്പറ്റ് വിരിച്ചപ്പോഴേ ഇരിക്കാനും നിൽക്കാനൊക്കെ നല്ല സുഖമാണ്, പക്ഷെ ശബ്ദം നല്ലോണം വലിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ആ പവർ നമ്മൾ ശബ്ദത്തിന് കിട്ടണില്ല. ഈ കാർപ്പറ്റ് പോയി പറഞ്ഞിട്ട് ശബ്ദം ഒരുപാട് ഈ രോമം പിടിച്ചെടുക്കുന്നുണ്ട്. അതിന്റെ അടിയിലെ റബ്ബർ ഷീറ്റ് അതിനേക്കാൾ ഒപ്പറ. അതുകൊണ്ട് ഞാൻ ഞങ്ങളോട് ചോദിക്കണം, നിങ്ങൾക്ക് മനസ്സിലാകണില്ലേ? മനസ്സിലാകണില്ലേ എന്നുള്ളൂ? മനസ്സിലാകണില്ലേ? മനസ്സിലാകണില്ലേ? എന്താ തറാവിനേശല്ല ഈ സംസാരം നിർത്തുക? മനസ്സിലാകണില്ലേ? അപ്പൊ നായിക്ക 6 കൂട്ടിക്കാളി. പടച്ചോനെ, കച്ചവടക്കാരും ഗൾഫുകാരൊക്കെ അല്ല ഇപ്പൊ ഇരിക്കണ റബ്ബേ. അയക്ക 6 ലക്ഷം കൂടിയാണ്ട് കൂട്ടിക്കാളി. അപ്പൊ എത്ര ആകുക? അപ്പോക്കരിങ്ങളൊന്നും പറയും മീൻ വാങ്ങിയ പൈസ കുറെ വാങ്ങണ്ടല്ലോ എന്ന് പറഞ്ഞ് കണക്കൂട്ടി പറയുങ്ങളെ. 2,46,00,000. അപ്പൊ ചുരുങ്ങിയത് ഒരു 2.5 കോടി തമ്മാടികൾ സ്വർഗത്തിലേക്ക് എത്തുകയാണ് ഇന്ന് മഗ്രിബ് മുതൽ നാളെ മഗ്രിബിന്റെ ഇടയിൽ. 2.5 കോടി. കേരളത്തിലാകെ 4 കോടി മനുഷ്യന്മാര് തയ്യില്ല കേരളത്തില്. അപ്പൊ ആഗോളാടിസ്ഥാനത്തിൽ ഒരു 2.5 കോടി ആണ്ടെത്തുമ്പോ ഒരു 30 ലക്ഷമെങ്കിലും കേരളത്തിൽ ഉണ്ടാവൂലേ? എന്താ നിങ്ങളെ അഭിപ്രായം? ഉണ്ടാവൂലേ? ഉണ്ടാവുന്ന എനിക്ക് തോന്നണേ.
അതിലൊക്കെ എവിടെങ്കിലും ഒന്നൊക്കെ കൊളത്തി പിടിച്ചാല് രക്ഷപ്പെട്ടു. ഏതായാലും നമ്മൾ തമ്മാടികളാവാനും പാടില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പക്ഷെ ഇനി ഇതിലും പെട്ടിട്ടില്ലെങ്കിൽ ദുനിയാവിൽ ജീവിച്ചവും കാര്യമില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയുള്ള ഒരു ദിവസമാണ് ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കപ്പെട്ട വെള്ളിയാഴ്ചയിലാണ്. ആദം അലൈഹി ഇസ്ലാമിനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട വെള്ളിയാഴ്ചയിലാണ്. തിരസ്കരണനാക്കപ്പെട്ട വെള്ളിയാഴ്ചയിലാണ്. തൗബ തുടങ്ങിയത് വെള്ളിയാഴ്ചയിലാണ്. സ്വീകരിച്ചത് വെള്ളിയാഴ്ചയിലാണ്. സ്വീകരിച്ചത് അറിയിച്ചു കൊടുത്ത വെള്ളിയാഴ്ചയിലാണ്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ച വെള്ളിയാഴ്ചയിലാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ അലിയാർ വിവാഹം കഴിച്ച വെള്ളിയാഴ്ചയിലാണ്. അങ്ങനെ ഒരുപാട്. ഇനി നാളെ ഖിയാമത്ത് നാൾ വരുന്നതും വെള്ളിയാഴ്ചയിലാണ്. മാത്രല്ല വെള്ളിയാഴ്ചയിൽ ദുആക്ക് ഉത്തരമുള്ള ഒരു സമയമുണ്ട്. ആ സമയത്ത് കയ്യങ്ങണ്ട് പൊന്തിയിട്ട് ദ്വാരുന്നാൽ തട്ടുന്ന പ്രശ്നമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. അത് എപ്പോഴും ആവാം. അതുകൊണ്ട് ഏത് സമയത്തും നിരന്തരമായി വെള്ളിയാഴ്ച ആയാൽ ദ്വാരുന്നോണ്ടിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വെള്ളിയാഴ്ചയിൽ ചുരുങ്ങിയത് ഒരു 10 കാര്യങ്ങൾ സുന്നത്തുണ്ട്. ഒന്ന്, കുളിച്ച് വൃത്തിയാവുക, സുന്നത്താണ്. കുളിക്കുക, വൃത്തിയാ. സുഗന്ധം തേക്കുക, സുർമ തേക്കുക, നല്ല തുണി കുപ്പായ ഇടുക. അത് വെള്ള ആയാല് വളരെ റെഡിയായി. വെള്ളക്കൊരു പ്രത്യേകത ഉണ്ട്. അതിങ്ങനെ ശാസ്ത്രീയമായിട്ട് ഇനി ചോക്കി. ഈ സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മി വിഷാണ്. അതിനെ തടുക്കുന്നത് കളറുകളുടെ കൂട്ടത്തിൽ ഏത് കളറാണ് എന്ന് അമേരിക്കയിൽ ഒരു ചർച്ച നടന്നപ്പോ ആ ചർച്ചയിലും ഗവേഷണത്തിലും അവരെല്ലാരും തർപ്പിച്ച് പറഞ്ഞത് വെള്ള കളറാണ്. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറ് വെള്ളയാണ്. അത് രണ്ടും കൂടിയാണ് കൂട്ടി വായിച്ചു നോക്കി. അപ്പൊ നമ്മൾ മദീനത്തേക്ക് തിരിഞ്ഞിട്ട് പറയും സദഖ്ത യാ റസൂലല്ലാഹ്. ഇനി മാത്രല്ല, ചെറിയ ചളിയൊക്കെ ആയാലും അറിയാനും നല്ലത് വെള്ളയാണ്. അല്ല, അങ്ങനെയുണ്ടല്ലോ. ഈ കറുത്തയിലൊന്ന് എത്ര വേർപ്പ് പറ്റിപ്പിടിച്ചിട്ട് ചളി കട്ടായിട്ടെന്നാലും പെണ്ണുങ്ങൾ തിരുമ്പുമ്പോ പിഴിഞ്ഞ അറിയുന്നല്ലാതെ പിന്നെ മണക്കുമ്പോഴും അറിയുന്നല്ലാതെ അറിയില്ല. ആ വെള്ളിട്ട് നടക്കുന്ന ആൾക്കാർക്ക് നല്ല വൃത്തി ഉണ്ടാവും എപ്പോഴും. വൃത്തിയാണെങ്കിലോ വൃത്തി അത് അന്നളാഫത്ത് ശത്രുൽ ഈമാൻ മുഹമ്മദ് മുസ്തഫ. ഇന്ന് ഒട്ടുമിക്ക രോഗങ്ങളുടെയും ഉത്ഭവം ശുദ്ധിയില്ലായ്മയിൽ നിന്നാണ്, വൃത്തിയില്ലായ്മയിൽ നിന്നാണ്. അതുകൊണ്ട് ഞാൻ വെള്ളന്റെ മഹത്വം പറഞ്ഞിട്ട് ഇനി മറ്റേ കളറിട്ട് വന്ന ആൾക്കാർ ഇപ്പൊ തന്നെ കഴിക്കാൻ നിൽക്കണ്ട. നാളുകൾ ഇട്ട് കണ്ടു പോരെ, അതിനൊരു വിരോധമില്ല. മസാലപരമായിട്ട് ഒരു വിരോധമില്ല. മസാലപരമായിട്ട് നീലിടുന്നതിനോ മഞ്ഞിടുന്നതിനോ ചോപ്പിടുന്നതിനോ പച്ചടുന്നതിനോ ഒന്നൊരു വിരോധമില്ല. കറുപ്പ് കൂടുതലായിട്ട് ഇട്ടാലും മറവി കൂടുന്നൊക്കെ ചില കിതാബിൽ കാണുന്നുണ്ടെന്ന് ഒഴിച്ചാൽ അതും വലിയ തെറ്റുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ വെള്ളയാണെങ്കിൽ കുറച്ചും കൂടി നന്നായി എന്ന് മാത്രം. അതുകൊണ്ട് ഏത് കളർ ഇട്ടോളി അതിന് വിഷയം. ഞാൻ കളർ കുപ്പായിട്ട് വരുന്ന ആൾക്കാർ പള്ളിക്ക് വരാക്കണ്ട, മുമ്പ് വെള്ളടൽ നിർബന്ധമാക്കണമെന്നും പറഞ്ഞുണ്ട്. അതൊന്നും ഞാൻ നിർബന്ധമാക്കിയിട്ടില്ല. ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോ വെള്ളന്റെ മഹത്വം ഒന്നും പറഞ്ഞു മാത്രം. അപ്പോ പുതിയ തുണികുപ്പായം വെള്ളിയാഴ്ച ഇടല് സുന്നത്താണ്. മാത്രല്ല വെള്ളിയാഴ്ചയില് ഖുർആൻ ഓതൽ പ്രത്യേകം സുന്നത്താണ്. അതിൽ സൂറത്തുൽ കഹ്ഫ് വലിയ മഹത്വമുള്ള കാര്യമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ വെള്ളിയാഴ്ചയിൽ മരിച്ചുപോയ ആൾക്കാർക്ക് നമ്മൾ ഇങ്ങനെ ഹദിയ കൊണ്ടുപോയി കൊടുക്കണം. മരിച്ചുപോയ ആളുകൾ ജീവിച്ചിരിക്കുന്ന ആളുകളിൽ നിന്നും ദുആയുടെയും ഫാത്തിഹയുടെയും ഹദിയ പ്രതീക്ഷിച്ചുകൊണ്ട് കിടക്കുന്നവരാണ്. മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവർ ചെയ്താൽ കിട്ടൂല എന്നുള്ളത് അബദ്ധാണ്. ആ വാദത്തിൽ പിടിച്ചിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. എന്തുകൊണ്ട്? മരിച്ച മയ്യത്തിനെ കൊടുന്നിട്ടിട്ട് നമ്മൾ തക്ബീർ ഇട്ടണ് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ തക്ബീറിന്റെ ഗുണം ആ മയ്യത്തിന് കിട്ടൂലേ? തക്ബീർ എന്നാണ് ദിക്റ. അപ്പൊ ദിക്റിന്റെ ഗുണം കിട്ടി. തക്ബീർ കഴിഞ്ഞാൽ പിന്നെ എന്താ നടത്തണേ? സൂറത്തുൽ ഫാത്തിഹ. മരിച്ചവർക്ക് വേണ്ടി ഓതിയാ കിട്ടൂല എന്ന് പറഞ്ഞാൽ മയ്യത്ത് സ്കരിക്കാൻ പറ്റുമോ? കാരണം ഈ സൂറത്തുൽ ഫാത്തിഹ ആർക്ക് വേണ്ടിയിട്ടാ? നമുക്ക് വേണ്ടിയിട്ടാ. നമുക്ക് കൂലി കിട്ടും. പക്ഷെ ചെയ്യണ ആർക്ക് വേണ്ടിയിട്ടാ? മരിച്ച മയ്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ സ്വലാത്ത്. മരിച്ചവർക്ക് വേണ്ടി സ്വലാത്തില്ല, കൂലി കിട്ടൂല എന്നാ മയ്യത്ത് സ്കരിക്കാൻ പറ്റുമോ? ഈ സ്വലാത്തില്ല ആർക്ക് വേണ്ടിയിട്ടാ? മരിച്ച ആൾക്ക് വേണ്ടിയിട്ട്. മരിച്ചവർക്ക് വേണ്ടി ദ്വാരന കൂലി കിട്ടൂല എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ തക്ബീറിന് ശേഷം ദ്വാരക്കാൻ ആർക്ക് വേണ്ടിയാ? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, ഈ മരിച്ചെടുക്കുന്ന മയ്യത്തിന് പുറത്തു കൊടുക്കണേ റബ്ബേ. അപ്പൊ ഇനി മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതിയാലും ദിക്റല്ലാലും ദ്വാരനാലും കിട്ടൂല എന്നുള്ള വാദമായിട്ട് നടക്കരുത്. അങ്ങനെ പറയണ ഒരു മയ്യത്ത് സ്കരിക്കാൻ പറ്റൂല. കാരണം മയ്യത്ത് സ്കാരത്തിൽ പരിപാടി ഒക്കെ ഉണ്ട്. അതവിടെ ഇരിക്കട്ടെ. ആ മരിച്ചവര് നമ്മളിൽ നിന്ന് വല്ലതും കിട്ടാൻ കൊതിച്ചുകൊണ്ട് കിടക്കുകയാണ്. അവരെ മറക്കരുത്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയിൽ മറക്കരുത്. അവർക്ക് വേണ്ടി ദ്വാരക്കണം. മരിച്ചവർക്ക് വേണ്ടി ദ്വാരക്കണം എന്ന് ഖുർആനാണ്. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ ولا تجعل في قلوبنا غلا للذين آمنوا
റബ്ബനാ ഇന്നക റഊഫുർ റഹീം. റബ്ബന ഞങ്ങളുടെ റബ്ബേ ഇഗ്ഫിർ ലനാ ഞങ്ങൾക്ക് നീ പുറത്തുകൊണ്ട അത് നമുക്ക് വലിഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. എന്താ അതിന്റെ അർത്ഥം? മരിച്ചു പോയ മുഅ്മിനീങ്ങൾക്കും പുറത്തു കൊടുക്കണേന്ന്. ഇത് ദ്വാരക്കണമെന്ന് ഖുർആനാണിത്, ഖുർആന്റെ നെസ്സാണിത്, ഇത് ഖുർആനാണ്. സബഖൂ അവർ മുൻകടന്നിരിക്കുന്നു ഞങ്ങളെ ബിൽ ഈമാൻ. ഈമാൻ കൊണ്ടെന്ന് പറഞ്ഞാൽ ഓല് മരിച്ചു വയ്ക്കണെന്ന്, ഓൽക്ക് ഈ പുറത്തു കൊടുക്കണേന്ന് ദ്വാരക്കൽ മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണെന്ന് ഖുർആൻ. അത് വെള്ളിയാഴ്ചയിൽ മറക്കരുത്. നമുക്ക് കഞ്ഞി എന്ന വാപ്പാനെ മറക്കരുത്, നമുക്ക് ചോക്ക വാങ്ങി തന്ന വേളാപ്പാനെ മറക്കരുത്, നമുക്ക് കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിതത്തിന്റെ ഒരു ഭാഗം മൊത്തം വിറ്റുകൊണ്ട് ഉരുകി തന്ന വാപ്പാനെ മറക്കരുത്. ആകെ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു 10-25 വയസ്സ് വരെ കുതിരയാണ് നമ്മള്, അല്ലെ? എന്നിട്ടും ചാടാനും ഓടാനും ഒക്കെ നമുക്ക് കഴിയും. ഒരു കുതിര തന്നെയാണ്. 25 വയസ്സ് കഴിഞ്ഞാൽ കഴുതായി. നിങ്ങളല്ല ഞാനും ഭാരം ചുമക്കലായി, ഗൾഫ് കോലായി, അബുദാബി പോലായി, ദുബായ് പോലായി, കുട്ടികൾക്ക് വേണ്ടി ഭാരം ചുമന്ന് ഇങ്ങനെ നടക്കലായി. അതൊരു 40-45 വയസ്സ് വരെ അങ്ങനെയാണ് പോകും. അത് കഴിഞ്ഞാലോ 45-50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കൊരങ്ങന്റെ സ്വഭാവത്തിലായി. എന്ന് പറഞ്ഞാല് ഞാൻ പറയാൻ ക്ഷമിക്കണം കേട്ടോ. കൊരങ്ങന്റെ സ്വഭാവം എന്താ? ഒരു മരത്തിമ കയറിയ പിന്നെ മരത്തിമെന്ന് ഇറങ്ങൂല, മറ്റൊരു മരത്തിമ ചാടി അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി എന്ന പോലെ 50-55 വയസ്സാകുമ്പോഴേക്കും ഒരു 6-7 കുട്ടികളുണ്ടാവും. മൂപ്പർക്ക് പ്രായമൊക്കെ കഴിഞ്ഞ് ഭാരം ചുമക്കാൻ കഴിയാതെ പ്രായമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? ഒരു മോന്റെ വീട്ടിൽ ഒരാഴ്ച കഴിയും, പിന്നെ അവിടുന്ന് തെറ്റിയിട്ട് അടുത്ത മോന്റെ പരി പോകും. ഒരാഴ്ച അവിടെ വെക്കുമ്പോഴേക്കും അവിടെ പിണക്കായി, അപ്പൊ മറ്റേ മോന്റെ പരി പോകും. പിന്നെ ഒരാഴ്ച വെക്കുമ്പോൾ അവിടുത്തെ മരുവളായിട്ട് പ്രശ്നമായി, അപ്പൊ മറ്റേ മോന്റെ പരി പോകും. പിന്നെ ഒരു 10 ദിവസം ആകുമ്പോ അവിടുത്തെ മരുവളായിട്ട് പ്രശ്നമായി, അവസാനം ചെറിയ മോന്റെ പരീക്ക് തന്നെ വരും. ഇങ്ങനെ കറങ്ങണ സമയമാണ്. അതിനാണ് കൊരങ്ങ് എന്ന് പറഞ്ഞത്. എന്താണ്? മരത്തിമ ഇങ്ങനെ കറങ്ങ, താഴെ ഇറങ്ങൂല. പിന്നെ ഒരു 60-65 വയസ്സായാല് ആ കറക്കം കഴിഞ്ഞ്, കാരണം പിന്നെ കറങ്ങാൻ സമയം ഉണ്ടാവില്ല. ഏതെങ്കിലും സ്ഥലത്ത് കട്ടുമ്പോ ഇങ്ങനെ കിടക്കണുണ്ടാവും. അത് ഏത് പരി പോയിട്ടാ കുഴഞ്ഞിടുന്നത് അവിടെ കിടക്കണുണ്ടാവും. അപ്പൊ മക്കളെല്ലാരും കൂടി അടുത്തുനിന്ന് കണ്ട് വാപ്പാക്ക ആ പഴയ തുണിയും പഴയ ബനിയനൊക്കെ ഇട്ടുകൊണ്ട് ആ തറവാട്ട് തന്നെ കൊണ്ടുപോയിട്ട് ഇരുത്തും. ഇന്നൊന്നിനും പറ്റൂല, കറങ്ങാനും പറ്റൂല, ദേഷ്യം പിടിക്കാനും പറ്റില്ല, അങ്ങനെ ഇരിക്കും. അങ്ങനെ മൂപ്പര് ഇങ്ങനെ കിടന്നിട്ട് ശ്വാസം വിടുമ്പോ പിന്നെ കൂമനാ. മക്കൾ വന്നിട്ട് പാ മരുന്ന് കുടിച്ചോ? ഒന്നുമില്ല. കഞ്ഞി കുടിച്ചോ? ഇപ്പൊ ചായ കുടിച്ചോ? എന്തായത്? കുതിര, കഴുത, കൊരങ്ങ്, കൂമ്മന്, ഇനി മയ്യത്താ. ഇതിലിപ്പോ നമ്മളൊക്കെ ഇപ്പൊ എവിടെ എത്തിക്കണോ ചിന്തിച്ചാ മതി. കൊരങ്ങിന് ഇപ്പൊ ഏകദേശം കുറെ ആൾക്കാര് കുതിരമെന്ന് വിട്ടിക്കണ് കഴുതുമ്മലുള്ളത്, കഴുതുമെന്ന് വിട്ടിട്ട് ചില ആൾക്കാര് കൊരങ്ങുമ്മലുള്ളത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ തറാവീനൊന്നും വരാൻ പറ്റില്ല. ഇത്ര ഉള്ളു ദുന്യാവ്, ഒന്നുമില്ല. ഇതാണ്ട് കഴിഞ്ഞാൽ മയ്യത്ത്. ഈ മയ്യത്ത് എപ്പോഴും ഇടയിൽ കയറി വരാം. അങ്ങനെയാണ്. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സത്തെ. صلى الله عليه وسلم